ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീഹരേ നമഃ. ശ്രീമദ് നാരായണീയം 14-ാം ദശകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 15-ാമത്തെ ദശകം കപിലോപദേശം, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസ് എല്ലാവർക്കും ശ്രദ്ധിച്ച് കേട്ട് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. പുതിയ ക്ലാസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് കപിലോപദേശം മാലിനി വൃത്തത്തിലെ 15-ാം ദശകത്തിലെ 1-ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. മതിരിഹ ഗുണസക്ത ബന്ധകൃത്തേഷ്വസക്ത ത്വമൃതകൃതുപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതി ത്വം ദേവഹൂത്യേ ന്യഗാദീഹി. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കാം. മതി പ്ലസ് ഇഹ, മതിരിഹ ഗുണസക്താഹ ബന്ധകൃത് തേഷു അസക്ത. തേഷു അസക്ത ഒന്നിച്ച് വായിക്കണം. തേഷു പ്ലസ് അസക്ത, തേഷു അസക്ത. തു അമൃതകൃത് ഉപരുന്തേ, തു അമൃതകൃത് ഉപരുന്തേ എന്നുള്ളത് തു പ്ലസ് അമൃതകൃത് പ്ലസ് ഉപരുന്തേ. ഭക്തിയോഗ തു സക്തിം മഹദ് അനുഗമലഭ്യ, മഹദ് പ്ലസ് അനുഗമ ലഭ്യ ഭക്തി പ്ലസ് ഏവ പ്ലസ് അത്ര, ഭക്തിരേവാത്ര എന്ന് വായിക്കും. സാധ്യ കപിലതനു പ്ലസ് ഇതി ത്വം ദേവഹൂത്യേ നഗാദീഹി. ഇത്രയും പദങ്ങൾ നമുക്ക് അർത്ഥം നോക്കുമ്പോൾ ഇഹ പറഞ്ഞാൽ ഇവിടെ, മതി പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ മനസ്സ്, അത് പറയാം. നമ്മുടെ ബുദ്ധി ഗുണസക്ത, ഗുണങ്ങളിൽ സക്തമായിരിക്കുമ്പോൾ, ഗുണങ്ങളിൽ ആസക്തമായിരിക്കുമ്പോൾ ബന്ധകാരണമായിത്തീരുന്നു. നമ്മുടെ ബുദ്ധി ഈ ഗുണങ്ങളിലെ, പ്രപഞ്ചത്തിലെ സത്വരജതമോ ഗുണങ്ങളായിട്ടുള്ള ഓരോ വസ്തുവിലും നമ്മളുടെ കൂടുതൽ ഇന്നതിന് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മനസ്സ് സക്തമായിരിക്കുമ്പോൾ, ബുദ്ധി അതിൽ ആസക്തമായിരിക്കുമ്പോൾ നമുക്കതിനോട് ബന്ധകാരണമായിത്തീരുന്നു, അതൊരു ബന്ധനമായിത്തീരുന്നു. എന്നാൽ തേഷു പറഞ്ഞ അവയിൽ അസക്താത്തു, അതിൽ ആസക്തി ഇല്ലാതിരിക്കുകയാണെങ്കിൽ, അസക്തമാണെങ്കിൽ, നമ്മുടെ മനസ്സ് ഇതിലൊന്നും ആസക്തി ഇല്ലാതിരിക്കുകയാണെങ്കിൽ അത് അമൃതകൃത്താവെന്ന് പറഞ്ഞാൽ എന്താണ്? മോക്ഷമാകുന്നു. പിന്നെ അവർക്ക് ദുഃഖമില്ല, എപ്പോഴും ആനന്ദം മാത്രം. അതാണ് അത് അമൃതകൃത്താകുന്നു പറഞ്ഞാൽ മോക്ഷമാകുന്നു അത് എന്ന്. അതിനെന്ത് വേണം? അങ്ങനെ ആസക്തി ഇല്ലാണ്ടിരിക്കാൻ ഭക്തിയോഗാത്തു, ആ ഭക്തിയോഗമാകട്ടെ സക്തിം ഉപരുന്തേ, നമുക്ക് ഓരോന്നിനുള്ള ആസക്തിയെ തടയുന്നു. ഭക്തിയോഗമുള്ളവർക്ക് ആസക്തി കൂടുതലുണ്ടാവില്ല, ഓരോന്നിനോടും കൂടുതൽ ഇഷ്ടം കൂടുതലുണ്ടാവില്ല, അതിന് ബന്ധനം ഉണ്ടാക്കില്ല. അതാണ് ഭക്തിയാണ് അതിനെ തടയുന്നത്. അതുകൊണ്ട് അത്ര ഇവിടെ അതെങ്ങനെ ഉണ്ടാവണം? ഈ ഭക്തി ഉണ്ടാവാൻ എന്ത് വേണം എന്നാണ് പിന്നെ പറയണത്. മഹദനുഗമലഭ്യ, മഹത്തായ പുരുഷന്മാരെ അല്ലെങ്കിൽ ആചാര്യന്മാരെ, ഗുരുക്കന്മാരെ അനുഗമിക്കുക. അവർ പറയുന്ന വാക്കുകൾ അനുസരിച്ച് നമ്മൾ പോവുക. അവരിൽ നിന്ന് ലഭ്യമായ ഭക്തി തന്നെയാണ് സാധിക്കേണ്ടത്. അപ്പോൾ അവരെ അനുഗമിച്ച് അവരുടെ വാക്കുകൾ കേട്ട് നമ്മൾ അതുപോലെ നടക്കുമ്പോൾ നമുക്ക് ഒന്നിനോടും ആസക്തി ഉണ്ടാവില്ല. ഇത് പറഞ്ഞാൽ ഇപ്രകാരം കപിലതനുത്വം, കപിലശരീരിയായ അവിടുന്ന് ദേവഹൂത്യേ നിഗാദി, ദേവഹൂതിക്കായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. സാഖ്യയോഗമാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് അമ്മയ്ക്ക്. ആ അമ്മ സംശയങ്ങൾ ചോദിക്കണേന് കപില മഹർഷി പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കപിലനായി അവതരിച്ച ഭഗവാൻ ദേവഹൂതിക്ക് പറഞ്ഞ ഉപദേശം ഭാഗവതത്തിലെ 3-ാം സ്കന്ധത്തിൽ 25 മുതൽ 33 വരെയുള്ള 9 അധ്യായങ്ങളിലുള്ള ആ അതിനെയാണ് ചുരുക്കിയിട്ട് ഇവിടെ 10 ശ്ലോകങ്ങളായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അത് മനസ്സിൻ്റെ സാമാന്യ സ്വഭാവം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പറയണത്. നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി അതിനെ ഗുണങ്ങളിൽ ശക്തി ഉള്ളതായിരിക്കുമ്പോൾ
അത് ഗുണങ്ങളിൽ ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് ശക്തി. അതായത് ഓരോന്നിൻ്റെ ഗുണങ്ങൾ കണ്ട് നമുക്ക് ഓരോന്നിനോടും ഇഷ്ടം കൂടുതൽ തോന്നാം. അതാണ് ഈ ശക്തി. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ചരാചരങ്ങളായ ചേതനം അചേതനമായിട്ടുള്ള എല്ലാത്തിനും ഗുണങ്ങളുണ്ട്. അതിൽ ഓരോന്നിനോടും നമുക്ക് പ്രത്യേകം ഇഷ്ടം തോന്നാനും അതിൽ ആസക്തി ഉണ്ടാവാനും കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ ഇല്ലാതിരിക്കണം, ആസക്തി ഇല്ലാണ്ടിരിക്കണം. നമുക്ക് ഏതെങ്കിലും ഇന്ദ്രിയത്തിന് അത് സുഖമുണ്ടാക്കുന്ന കണ്ണ്, മൂക്ക്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ സുഖമുളവാക്കുന്ന ഗുണങ്ങളുള്ള വസ്തുവിനോട് നമ്മൾക്ക് വീണ്ടും വീണ്ടും അതിനെ കാണണം, തൊടണം, രുചിക്കണം, മണക്കണം, കേൾക്കണം, അതിനെ ഓർക്കണം എന്നൊക്കെ തോന്നും. ഈ തോന്നലിനെയാണ് നമുക്ക് ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ ശക്തി എന്നോ ആസക്തി എന്നൊക്കെ അതിന് പറയാം. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ ഗുണങ്ങൾക്കനുസരിച്ചിട്ട് ഈ ആസക്തി ഉണ്ടാകുമ്പോൾ അത് നമ്മൾക്ക് ഓരോന്നിനും ബന്ധനത്തിന് കാരണമായി തീരുന്നു. ആ ബന്ധനമില്ലാതിരിക്കണം, ഒന്നിലും ബന്ധനമില്ലാതിരിക്കണം. അപ്പം അതിനെ തേഷു അസക്ത തു അമൃതകൃത് എന്ന് പറയുന്നു. ഇതിലൊക്കെ ഈ ബുദ്ധി നമ്മുടെ ഈ വസ്തുക്കളിലെല്ലാം അസക്തമല്ലാതിരുന്നാൽ അത് അമൃതകൃത്തായി തീരുന്നു എന്ന് പറഞ്ഞാൽ മോക്ഷമായി തീരുന്നു. നമ്മൾക്ക് ഒരു വസ്തുവിനോടുണ്ടാവുന്ന ഇഷ്ടം, അത് ലഭിക്കുമ്പോൾ ഉണ്ടാവുന്ന സുഖം, അത് കുറച്ച് കാലേ ഉണ്ടാവുള്ളൂ, അല്പകാലം കൊണ്ട് നശിക്കുന്നതാണ്. എന്നേരെ മറിച്ച് അതിനൊന്നിലും ആസക്തി ഇല്ലാതിരുന്നാലോ ആ ആനന്ദത്തിന് അവസാനമില്ല, അത് നശിക്കുന്നതല്ല എന്നർത്ഥം. അതാണ് ഇവിടെ കപില മഹർഷി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഒന്നിലും ആസക്തി ഇല്ലാണ്ടിരിക്കുക. അങ്ങനെ ആ അമൃതശബ്ദത്തിനാണ് നമ്മുടെ ചിദാനന്ദ മോക്ഷം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒന്നിലും ആസക്തി ഇല്ലാണ്ടിരുന്നാൽ നമുക്ക് എപ്പോഴും ആനന്ദമുണ്ടാകുന്നു. അങ്ങനെ ഇത് ആസക്തി ഇല്ലാണ്ടിരിക്കാൻ എന്ത് വേണം? അത് എങ്ങനെ തടയും നമ്മൾ? ഭക്തിയോഗാത്തു ശക്തിയും ഉപരുന്തേ. ഭക്തി, ആ ഭക്തിയോഗമാണ് നമ്മുടെ ഈ ഓരോ വസ്തുക്കളോടുള്ള ആസക്തിയെ തടയുന്നത് എന്ന് പറയുന്നു. അതായത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ സാധിക്കുമ്പോൾ ഉണ്ടാവുന്ന സുഖവും ദുഃഖവും, എന്തെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കിട്ടുമ്പോൾ സന്തോഷം, അത് പോകുമ്പോഴുള്ള ദുഃഖം, ഇതൊക്കെ അല്പകാലത്തേക്കേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ശക്തമല്ലാത്ത വഴിയല്ലാതെ ശക്തി അഥവാ യോഗം ഭക്തിയിലാകട്ടെ, ഈ നമ്മൾക്ക് ഓരോ വസ്തുവിലുള്ള ശക്തി എന്തിലേക്ക് വിടണം? നമ്മൾ ഭക്തിയിലേക്ക് വഴിതിരിച്ചു വിടണം. ഭക്തിയിലേക്ക് ആസക്തി ഉണ്ടാകുമ്പോൾ ആ ബുദ്ധി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആസക്തി മറ്റുള്ളവനോടുള്ള ആസക്തിയെല്ലാം തടഞ്ഞുകൊള്ളും. അപ്പം നമുക്ക് അധികം ക്ലേശമില്ലാതെ തന്നെ അത് തടയാൻ സാധിക്കും. അപ്പം അത് നേടേണ്ടത് എന്താണ്? ഭക്തിയാണ്. ആ ഭക്തി എങ്ങനെ ലഭിക്കും? മഹത്തുക്കളെ അനുഗമിക്കുന്നെന്ന് അനുഗമ ലഭ്യ എന്ന് പറയുന്നു. മഹത്തുക്കളെ അനുഗമിക്കിൽ നിന്ന് നമുക്ക് ഭക്തി ലഭിക്കും. മഹത്തുക്കൾ എന്ന് പറഞ്ഞാൽ ധനം, പദവി, അധികാരമുള്ളവരല്ല. ഇവിടെ ആചാര്യന്മാർ, ശുഗനാരദാദികളെ പോലുള്ള ആചാര്യന്മാർ, അങ്ങനെയുള്ള ആചാര്യന്മാരെയൊക്കെ ഇന്ന് കിട്ടില്ല. പക്ഷേ എല്ലാ കാലത്തും എല്ലാ പ്രദേശത്തും ഭഗവാൻ ഭക്തരുടെ നേർക്ക് നയിക്കാൻ പ്രാപ്തിയുള്ള ആൾക്കാർ ഉണ്ടായിരിക്കും, ഗുരുക്കന്മാരുണ്ടാവും, അവരെ നിയോഗിച്ചിരിക്കും. അർഹതയുള്ളവർക്ക് ആചാര്യ സംഗമം അനായാസമായി ലഭിക്കും. അങ്ങനെ ലഭിക്കുമ്പോൾ നമുക്ക് ഒന്നിനോടും ആസക്തി ഉണ്ടാവില്ല, ഭക്തി വർദ്ധിച്ചു വരും. ഇവിടെ ഗുരുക്കന്മാരെ, ദേവന്മാരെ തുടങ്ങി തന്നേക്കാൾ ശ്രേഷ്ഠതയുള്ളവരോട് തോന്നുന്ന ബഹുമാന, ആദരവാണ്, അങ്ങനെ ഉണ്ടാകുന്ന സ്നേഹമാണ് ഭക്തി എന്ന് പറയുന്നത്. എല്ലാ സന്ദർഭത്തിലും പ്രപഞ്ചമൊട്ടാകെയും നിറഞ്ഞിരിക്കുന്ന എല്ലാത്തിനും അതീതനായ ഈശ്വരനുള്ള ഭക്തിയാണ് ഈ ഒരു സ്നേഹം. ആ ഭക്തിയുടെ വ്യാപാരത്തെയാണ് നമ്മൾ പറയുന്നത് ശ്രവണം, കീർത്തനം, സേവനം, സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, പിന്നെ ആത്മനിവേദനം. ഇങ്ങനെ 9 ഭാവങ്ങളുള്ള ഭക്തി ആചാര്യന്മാർ നമുക്ക് വിവരിച്ച് തരുന്നുണ്ട്. അത് അങ്ങനെ ഭഗവാനിലേക്കുള്ള ഭക്തി നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. രണ്ടാമത്തെ ശ്ലോകം നമുക്ക് ചൊല്ലി നോക്കാം. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാനി അഭിഹൃതവിദസാക്ഷി പുരുഷ പഞ്ചവിംശഃ ഇതി വിദിത വിഭാഗോ മുച്യതേ സോ പ്രകൃത്യാ കപിലതനുരിതി ത്വം ദേവഹൂത്യൈനഗാദീഹി. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കുമ്പോൾ പ്രകൃതി, മഹത്, അഹങ്കാര പ്ലസ് ച. പ്രകൃതി, മഹത്, അഹങ്കാര പ്ലസ് ച, മാത്ര പ്ലസ് ച, ഭൂതാനി, ഹൃദബി.
ദശാക്ഷി പൂരുഷ പഞ്ചവിംശഃ ഇതി വിദിത വിഭാഗോ മുച്യതേ പ്ലസ് അസൗ പ്രകൃത്യാ കപിലതനു പ്ലസ് ഇതി ത്വം ദേവഹൂത്യേ നഗാദീഹി. ഈ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ദശകത്തിൽ നമ്മൾ വിരാട് പുരുഷോൽപത്തി പഠിച്ചിട്ടുണ്ട്. അതിലെന്താണോ പറഞ്ഞു തന്നിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ പറയണത്. 25 തത്വങ്ങളാണ് പ്രപഞ്ചത്തിൽ ആധാരമായിട്ട് നിൽക്കുന്നത്. ആ 25 തത്വങ്ങളെ മനസ്സിലാക്കിയാൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ട് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവന് ആ ഒരു ആൾക്ക് പിന്നെ ദുഃഖമില്ല എന്നാണ് പറയുന്നത്. അത് എന്തൊക്കെയാണെന്നാണ് നമുക്ക് കപില മഹർഷി ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പ്രകൃതി മഹദ് അഹങ്കാരാച്ച, അതായത് പ്രകൃതി നമ്മൾ 5ാം ദശകത്തിൽ പഠിച്ചിട്ടുണ്ട്. ഭഗവാന് ഇച്ഛ തോന്നി പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ ക്ഷോഭിച്ചിട്ട് മായ ആദ്യം ഉണ്ടായി, മായയിൽ നിന്ന് മഹത്തത്വം ഉണ്ടായി, മഹത്തത്തിൽ നിന്ന് അഹന്തത്വം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ മായ, ആ മഹത്ത് പറഞ്ഞാൽ മഹത്തത്വം, അഹങ്കാരം അഹംതത്വം. പിന്നെന്താണ് മാത്രാച്ച, മാത്രകൾ എന്താണെന്ന് നമുക്ക് പറയാം. ഭൂതാനി അഭി പറഞ്ഞാൽ ഭൂതങ്ങൾ. പിന്നെ ഹൃദ് അഭി ഹൃത്ത്. ദശാക്ഷി ദശാക്ഷങ്ങൾ പറഞ്ഞാൽ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളാണ് ദശാക്ഷങ്ങൾ എന്ന് പറയുന്നത്. അക്ഷശബ്ദത്തിന് ഇവിടെ ഇന്ദ്രിയം എന്നുള്ള അർത്ഥമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ദശാക്ഷങ്ങൾ. ഇത് ഈ പഞ്ചവിംശ പുരുഷ 25ാമതായിട്ട് പുരുഷൻ, അത് ഇപ്രകാരം വിദിത വിഭാഗ അറിയപ്പെട്ട വിഭാഗത്തോടുകൂടിയ ഈ വിഭാഗങ്ങളെ അറിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് ആധാരമായ ഈ 25 തത്വങ്ങളെ അറിഞ്ഞത് ആരാണോ അവൻ പ്രകൃത്യാമുച്ചതേ പ്രകൃതിയിൽ നിന്ന് മുക്തനായിരുന്നു, മായയിൽ നിന്ന് മുക്തനായി തീരാൻ സാധിക്കുന്നു അവന് എന്ന്. ഇപ്രകാരം കപിലതനുവായ അവിടുന്ന് ദേവഹൂത്യനഗാദി ദേവഹൂതിക്കായി പറഞ്ഞു കൊടുത്തു എന്ന്. അതായത് പ്രകൃതി ഭഗവാൻ ഇച്ഛ തോന്നുമ്പോൾ, ഭഗവാൻ പറയണത് പുരുഷനാണ് ഇവിടെ പറയണത്. ആ പുരുഷന് ബ്രഹ്മത്തിന് സൃഷ്ടിക്കാൻ ഇച്ഛ തോന്നുമ്പോൾ ക്ഷോഭിച്ചിട്ട് മായ ഉണ്ടാവുന്നു. മായയിൽ നിന്ന് മായയും പുരുഷനും എന്നുള്ള 2 സദ്യകളെ അതിന് അനുഷ്ഠാനമായ സാങ്കേയോഗത്തിൻ്റെ ആധാരമായ തത്വങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് പുരുഷൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയായി പ്രപഞ്ചത്തിലുള്ളൂ, അതിൽ നിന്നാണ് എല്ലാം, അതില്ലാതെ ഒന്നുമില്ല. അപ്പോൾ ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? പുരുഷൻ എന്നുള്ളതും ബ്രഹ്മം എന്നുള്ളതും ഒരേ ഇതിലെടുക്കാം. ആദിയിലില്ലാത്തതും എങ്ങും വ്യാപിച്ചിരിക്കുന്നതും ഗുണങ്ങളില്ലാത്തതും പ്രകൃതിയിൽ നിന്ന് അന്യവും മായ തൊടാത്തത്, മായ തൊട്ട് തീണ്ടാത്തത് എന്നർത്ഥം. മായയില്ലാത്തതും ആന്തരമായ തന്നെത്താൻ പ്രകാശമുള്ളതുമായ ആ ചൈതന്യമാണ് പുരുഷൻ അല്ലെങ്കിൽ ബ്രഹ്മം. ആ പുരുഷനോട് ചേർന്ന് നിൽക്കുമ്പോഴേ ഈ വിശ്വം പ്രകാശിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഒന്നും ചൈതന്യമുണ്ടാവില്ല. ആ പുരുഷനോട് ചേർന്ന് നിൽക്കുമ്പോൾ എല്ലാം പ്രകാശിക്കുന്നു. വിശ്വത്തിന് സ്വന്തമായി പ്രകാശമില്ല എന്നർത്ഥം. മറ്റൊന്നിനോടും കൂടിക്കലരാത്ത പ്രകാശമുള്ള പുരുഷനോട് ചേർന്നതാകുമ്പോൾ വിശ്വം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം സ്വയം പ്രകാശിക്കുന്നതാകുന്നു, അല്ലെങ്കിൽ അതിന് ചൈതന്യമില്ല എന്നർത്ഥം. അങ്ങനെ ആ പുരുഷനിൽ നിന്ന് അത് പ്രകൃതി ഉണ്ടായി, മായ ഉണ്ടായി. മായ എന്താണ്? പുരുഷന് യാതൊരു ഗുണങ്ങളായിട്ട് ബന്ധമില്ല, ഗുണമില്ല, ഒന്നുമില്ല. അത് സ്വയം പ്രകാശിച്ച് എല്ലാത്തിനും സാക്ഷിയായിട്ട് നിൽക്കണു. മായയ്ക്ക് ഗുണങ്ങളുണ്ട്. ഈ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇത് 3ഉം ചേർന്നതാണ് മായ. സത്വരജ തമോ ഗുണങ്ങൾ 3 ഗുണങ്ങളോട് കൂടിയ ഇന്ദ്രിയങ്ങൾ കൊണ്ടറിയാനാകാത്ത വിധം അവ്യക്തമാണ് ഈ മായ. അതായത് ഉൽപ്പത്തിയും നാശവും ഇല്ല അതിന്. അത് ഇന്ന രൂപമാണ് ഇതിനെന്ന് പറയാൻ പറ്റില്ല, അതിന് സ്വരൂപമൊന്നുമില്ല. എല്ലാ വിശേഷങ്ങൾക്കും ആശ്രയമായതും സത്തെന്നും അസത്തെന്നും വേർതിരിക്കാവുന്ന പറ്റാത്ത സ്ഥൂല സൂക്ഷ്മ രൂപഭേദങ്ങൾ സ്വീകരിക്കുന്ന എല്ലാത്തിനും മൂലകാരണം ഈ മായയാണ്. അതുകൊണ്ടാണ് അതിന് പ്രകൃതി എന്ന് പറയുന്നത്. അങ്ങനെ പുരുഷനാണെങ്കിലോ ഗുണാതീതനാണ്, ഒന്നിനും ഗുണമില്ല, ഒരു ഗുണവുമില്ല. അതുകൊണ്ട് തന്നെ നിർഗുണനാണ് പുരുഷൻ. പക്ഷേ പ്രകൃതി ഈ ഗുണങ്ങൾക്ക് യോജിച്ചിട്ട് ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. ഈ സത്വരജ തമോ ഗുണങ്ങൾ ആശ്രയിച്ചിട്ടുണ്ട്. അതായത് അവിദ്യാരൂപമായ പ്രകൃതി മൂലപ്രകൃതിയുടെ വികാരമായതുകൊണ്ട് അതിന് ആദ്യവുമുണ്ട് അവസാനമുണ്ട്.
ഗുണസാമ്യാവസ്ഥയിൽ, അതായത് പ്രളയം നടക്കുമ്പോൾ ഗുണസാമ്യാവസ്ഥ ഉണ്ടാകുന്നു, അപ്പം അത് പുരുഷനിൽ ലയിച്ചിരിക്കുന്നു. പ്രപഞ്ചം വീണ്ടും ഉണ്ടാകുമ്പോൾ വീണ്ടും അത് ഗുണങ്ങൾ ഉള്ളതായിത്തീരുന്നു എന്നർത്ഥം. ആ പ്രകൃതി രണ്ടെണ്ണമായി, ഇപ്പോൾ പുരുഷനായി പ്രകൃതിയായി. പിന്നെ ഉണ്ടാവുന്നത് മഹത്തത്വം. പ്രകൃതിയിൽ നിന്ന് മഹത്തത്വം ഉണ്ടാകുന്നു. മഹത്തത്വം പറഞ്ഞാൽ എന്താണ്? ഈ മഹത്തത്വത്തിൻ്റെ വികാരമാണ് പ്രപഞ്ചം. ലോകത്തെ ഒരു മഹാവൃക്ഷമായി കൽപ്പിച്ചുകൊണ്ട് ഭഗവാൻ മഹത്തത്വത്തെ അതിൻ്റെ അങ്കുരമായിട്ട് പറയാണ്, വിത്തായിട്ടാണ് പറയണത്. അപ്പോൾ വിത്തിലുണ്ടാകുന്ന മുള വൃക്ഷത്തിൻ്റെ അംശങ്ങളെ എല്ലാം ഉൾക്കൊള്ളുന്ന പോലെ മഹത്തത്വം ഈ പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊള്ളുന്നു. പ്രകൃതി വികാരമുള്ളതായിത്തീരുന്നതിൻ്റെ തുടക്കമാണ് ഈ മഹത്തത്വം. അപ്പോൾ മൂന്നാമതായിട്ട് മഹത്തത്വം. നാലാമത് അഹങ്കാരം, ഞാൻ എന്ന ബോധം ഉണ്ടാവുക. ഈ വിത്തിൽ നിന്ന് പുതിയ നാമ്പുകൾ ഉണ്ടാകുമ്പോൾ അവ വളർന്ന് ശാഖകൾ, ഉപശാഖകൾ, ഇലയും പൂവൊക്കെ ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ മഹത്വത്തിൻ്റെ ഉൽപ്പത്തി പോലെ കാരണമുള്ള വികാരം മഹത്വത്തിനുണ്ടാകുമ്പോൾ ഗുണങ്ങൾ പലതരത്തിൽ കൂടിക്കലർന്നിട്ട് വികൃതികളും വികാരം സംഭവിച്ചമായ രൂപങ്ങൾ ഉണ്ടാകുന്നു. അതിന് ഞാൻ എന്ന ഭാവം ഉണ്ടാകുന്നു, ഞാനുണ്ട് എന്നുള്ള ഭാവം ഉണ്ടാകുന്നു. അങ്ങനെ അതാണ് അഹംതത്വം എന്ന് പറയുന്നത്. ഈ അഹംതത്വത്തിൽ നിന്നാണ് മാത്രകൾ ഉണ്ടാവുന്നത്. മാത്ര എന്ന് പറഞ്ഞാൽ 5 എണ്ണം. അപ്പം നമ്മൾ 4 എണ്ണം പഠിച്ചു, ഇനി 5 എണ്ണം. 5 എണ്ണം പറഞ്ഞാൽ മാത്ര: ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. അപ്പം 5ഉം 4ഉം 9ആയി. 9 ഗുണങ്ങളായി പ്രപഞ്ചത്തിന്. അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടാവുന്നത് ഭൂതാനി എന്നൊരു പ്രയോഗം കാണാം ആ ശ്ലോകത്തിൽ. ആ ഭൂതാനി പറഞ്ഞാൽ എന്താണ്? ആകാശം, വായു, തേജസ്, ജലം, പൃഥ്വി എന്ന് 5 എണ്ണം. അപ്പോൾ 14. 9 4 9 5 14. പിന്നെ ഒരു ദശാക്ഷി കാണാം, 10 എണ്ണം. ആ 10 എണ്ണം എന്തൊക്കെയാണ്? ശ്രോതം, ത്വക്ക്, ചെവി, ത്വക്ക്, കണ്ണ്, നാവ്, ഘ്രാണം എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളും വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങളും കൂടിയിട്ട് 10 എണ്ണം. അപ്പോൾ 14ഉം 10ഉം 24ആയി. പിന്നെ ഒന്നും കൂടി ഉള്ളതാണ് ഹൃത്ത്. ഹൃത്ത് പറഞ്ഞാൽ എന്താണ്? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്ത്, ഇത് 4ഉം കൂടി ചേർന്ന് അന്ധക്കരണം ഉണ്ടാവും. ആ അന്ധക്കരണത്തിനാണ് ഇവിടെ ഹൃത്ത് എന്ന് പറയുന്നത്. മനസ്സിൻ്റെ സങ്കല്പം, അത് ബുദ്ധിക്ക് നിശ്ചയം, അഹങ്കാരത്തിന് അഭിമാനം, ചിത്തത്തിന് ചിന്ത എന്നീ വൃത്തികൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ 25 തത്വം ഇപ്പം ഞാൻ പറഞ്ഞു തന്നു. ഈ 25 തത്വം ആരാണോ ഈ പ്രപഞ്ചത്തിന് ആധാരമായിട്ടുള്ളത്, അത് ശരിക്കും ഉൾക്കൊണ്ടറിയുന്നവൻ ആരാണോ അവൻ മായയിൽ നിന്ന് മുക്തനാകുന്നു എന്നാണ് പറയുന്നത് ഈ 2 ശ്ലോകത്തിൽ. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവരും ശ്രദ്ധയോടെ പഠിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഹരേ കൃഷ്ണ.